ലൈറ്റ് വേണം. അവർ അക്ഷരം വിട്ടാൽ മതി. ലൈറ്റ് ഒരു ലൈറ്റ് കൂടെ ഉണ്ടോ? ശരിക്കും കിട്ടുമോ? ലൈറ്റ് ശരിക്കും കിട്ടുമോ? പിന്നെ എന്തൊക്കെയാണ് വിശേഷം? പിന്നെ മോൻ വിളിച്ചിരുന്നു കേട്ടോ എന്നെ. അനസ് വിളിച്ചിരുന്നു. പിന്നെ അൻഷാദ് വിളിച്ചിരുന്നു. നിങ്ങളുടെ അനസ് വിളിച്ചു, അൻഷാദ് വിളിച്ചു. പിന്നെ നിങ്ങളുടെ ഭാര്യമായിട്ട് സംസാരിച്ചു, ലൈല ബീവി അല്ലേ? അവര് സംസാരിച്ചിരുന്നു. ഭാര്യയുടെ വാപ്പ സംസാരിച്ചിരുന്നു. നിങ്ങളുടെ ജ്യേഷ്ഠൻ അനിയനാണോ ബഷീർ? ബഷീർ നിങ്ങളുടെ അനിയനുമായിട്ട് സംസാരിച്ചു. എല്ലാവരും നിങ്ങൾ തിരക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പോകണ്ടേ നമുക്ക്? മൊബൈൽ ആരുടെ കയ്യില്ല? മൊബൈൽ ഒന്നാം അത് പോയി കൂടി മൊബൈലുള്ള അല്ല, അതെങ്ങനെ പോയത്? ഇങ്ങനെ പോകുന്ന മതി. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഈ പാസ്പോർട്ട് എവിടെയാണ് കൊണ്ടുവച്ചത്? അല്ല, നിങ്ങൾ ജന്നന്തരിയിൽ നിന്ന് പോകുമ്പോഴേ ജന്നന്തരിയിൽ നിന്ന് പോയപ്പോൾ ബസ്സിലോട്ടാണോ പോയത്? ബസ്സിലോട്ടാണ്. ബസ്സിൽ ആരുടെ റൂമില്? നമ്മൾ ഇവിടെ നിങ്ങനെ പോയിട്ട് നേരെ എങ്ങോട്ടല്ല പോയി ഇങ്ങോട്ട് മാറി ആ മണ്ണ് വെച്ച റൂട്ടില്ലേ? അതെ, മണ്ണൂട്ട് മിനിസ്റ്റർ ഓഫ് ഇന്റീരിയറിന്റെ അവിടെ ഒരു മണ്ണ് വെച്ച റൂട്ടുണ്ട്. അങ്ങനെ പോയിട്ട് റോഡിലോട്ട് അങ്ങോട്ട് കയറും. അങ്ങോട്ട് കയറുമ്പോൾ ഒരു പോസ്റ്റ് റൂമുണ്ട്. അങ്ങോട്ട് അതെ, ആ ഭാഗത്താണ്. ആ പേര് ഓർമ്മയില്ലേ കൊണ്ടുപോയാരുടെ? ജനന്തരിയിൽ നിങ്ങളെ കൊണ്ടുപോയതാരാ? അതെന്ന് പറയുമ്പോൾ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ട് ഇതാ എൻ്റെ പണി പൊട്ടി വെടി തീർന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൂടി ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് ഒന്നും ഒരു സഹായം റൂമാണ്. ആരുടെ റൂമും വേണ്ട, ആരുടെയും വേണ്ട, സെപ്പറേറ്റ് റൂമാണ്. അന്ന് റൂമുണ്ടെന്ന് പറഞ്ഞു. ഇനി പോലെ എപ്പം പണി വിട്ടാലും ഇനി പോലെ അവിടെ ചെന്ന് അങ്ങനാണ് കൊണ്ട് ചെന്ന് അവിടെ ആളിന്റെ പേര് അത് താമസ റൂമില് ആളിന്റെ പേര് ഓർമ്മയില്ലേ? അതെ, ആ ആളിന്റെ പേര് ഓർമ്മയില്ല. നിങ്ങൾ അവിടെ കൊണ്ടുപോയ ആളിന്റെ പേര് ഓർമ്മയില്ലേ? എന്നെ കൊണ്ടുപോയി ടാക്സിയിൽ പോയതില്ലേ? ടാക്സി കൊണ്ടുപോയ ആള് മലയാളി? ടാക്സിയിലില്ല, അവൻ കണ്ണൂർക്കാരനാണ്. കണ്ണൂർക്കാരനാണ് ടാക്സി കൊണ്ടുപോയി. അയാളുടെ പേര് അറിയാമോ? ജയൻ. കണ്ണൂർക്കാരൻ ജയന്റെ ടാക്സിയിലാണ് പോയത്. അവനാണ് എൻ്റെ ഒറിജിനൽ കൂട്ടുകാരൻ. ഞാൻ ജയൻ മുഖേന അവന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയിലാണ് അവിടെ എത്തുന്നത്. അത് ശരി. അപ്പൊ ജയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അതിന് ശേഷം കാണാൻ പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ? എവിടെ പോലീസ് സ്റ്റേഷൻ? പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണ വഴിക്ക് എനിക്ക് ആർട്ട് അറ്റാക്ക് ഉണ്ടായി. അതെ, അങ്ങനെ ലോക്കൽ ആശുപത്രിയിൽ പോയിരുന്നു. അത് എവിടുത്തെ ആശുപത്രി? അത് എവിടെയാണ് ആശുപത്രി കണ്ടുപിടിക്കണേ അത്യാവശ്യമാണ്. അതിന് കണ്ടെടുത്തോളും പ്ലാൻ ശരിയാണ്. എനിക്ക് എതിരായിട്ടൊരു പ്രവർത്തിയില്ല. ഞാൻ എൻ്റെ ഒരു സ്ഥലത്ത് എൻ്റെ സാധനങ്ങളോ വെച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു മൊബൈലോ 2 മൊബൈലോ ഇതെനിക്ക് തിരിച്ച് കിട്ടി. എനിക്ക് ഓർമ്മ തോന്നുന്നു. ശരി സാറല്ലേ, ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ കറക്റ്റ് ആലോചിച്ച് പറഞ്ഞത്. അപ്പൊ ജയൻ കണ്ണൂർക്കാരൻ ജയന്റെ കൂട്ടുകാരന്റെ ടാക്സിയിലാണ് നിങ്ങൾ റൂമിലോട്ട് പോയതും താമസിച്ചതും റൂം എടുത്ത് തന്നതും എല്ലാം അതാണ്. ജയനാണ്. അവിടുത്തെ ആളുകളുടെ പേരൊന്നും ഓർമ്മയില്ല. നമുക്ക് കണ്ടുപിടിക്കാം, സമാധാനമായിട്ടിരിക്കും കേട്ടോ. വീട്ടുകാരൊക്കെ സന്തോഷത്തിലാണ്, അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളെ മറ്റേ പത്തൊക്കെ വന്നിരുന്നല്ലേ? പത്തതിനെ അറിഞ്ഞൂടെ? റൗദയില് ഉള്ള പത്ത് നിങ്ങളുടെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഒരു ബന്ധം വക്കാൻ നടത്തുന്ന ആളില്ലേ?
അദ്ദേഹം വന്നിരുന്നു. പിന്നെ ഷാഫി അറിയാം, നിങ്ങളുടെ ജ്യേഷ്ഠന്മാരല്ലേ, സഫീമുള്ള സുധീർ, ഷാഫി വന്നിരുന്നു. പിന്നെ നിങ്ങളുടെ സുഹൃത്ത് സാദിഖ് വന്നിരുന്നു. സാദിഖ് നിങ്ങളുടെ കൂട്ടുകാരൻ ജന്നഞ്ചേരിയിലുള്ള സാദിഖ് തങ്ങൾ വന്നിരുന്നു. അപ്പൊ എല്ലാവരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും എന്ന് പറയുമ്പോ പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറഞ്ഞാൽ തങ്ങളാണ് ക്ലിയർ. തങ്ങൾ ക്ലിയർ ആണ്. തങ്ങൾ എന്റെ വീട്ടിൽ വന്നു, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. അദ്ദേഹം നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക കേട്ടോ. നിങ്ങളുടെ പാസ്പോർട്ട് എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മ വെച്ച് പറയണം. നാളെ ഞാൻ വീണ്ടും വരാം കേട്ടോ. അത് ആലോചിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വീട്ടിൽ പോകാം. അസുഖമൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ സിസ്റ്റർമാരും ഡോക്ടർമാരും ഒക്കെ നല്ലവണ്ണം നിങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിൽ കൂടി ചികിത്സയുണ്ട്. അമീറിന്റെ കൂടെയാണ് ഞാൻ അവിടെ തെക്കാതെയാണ് ഞാൻ നമുക്ക് 6 30 വേറെ ഒന്നും തെക്കാത്തതിന് വേണം ഇവിടെ ഒന്ന് നടക്കുന്നത്. അതിൽ നിന്നേ 3 പേരെ